ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പോസൽ വരെ നോക്കി. നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ ഡിസൈൻ ഓഫ് സീവേഴ്സ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ, ജനറലി നമുക്ക് അറിയുന്നതാണ്, ബിഫോർ ഡിസൈനിങ് നമ്മൾ എന്താണ് സിമ്പിൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എവിടെയാണ് കളക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഹൗസ് ഹോൾഡ് സീവറിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അത് എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്? നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൗസ് ഹോൾഡ് സീവേഴ്സിലാണ് കളക്ട് ആവുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഹൗസ് ഹോൾഡ് സീവേഴ്സ് എന്താണ് ചെയ്യുന്നത്? സെവറൽ ഹൗസ് ഹോൾഡ് സീവേഴ്സ് കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സീവേഴ്സ് കളക്ട് ആയി ഹൗസ് ഹോൾഡ് സീവറിൽ, ഹൗസ് ഹോൾഡ് സീവറിന് സെവറൽ ഹൗസ് ഹോൾഡ് സീവറിൽ നിന്ന് എവിടെയായിട്ട് പോകുന്നത്? ലാറ്ററൽ സീവറിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സെവറൽ ഹൗസ് ഹോൾഡ് സീവറിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ആകുന്നത് ലാറ്ററൽ സീവേഴ്സ്. അഗെയിൻ ലാറ്ററൽ സീവേഴ്സ്, സെവറൽ ലാറ്ററൽ സീവേഴ്സ് എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? നമ്മുടെ ബ്രാഞ്ച് സീവറിലാണ്. ഓക്കെ, സെവറൽ ലാറ്ററൽ സീവേഴ്സ് എവിടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? നമ്മുടെ ബ്രാഞ്ച് സീവർ. നെക്സ്റ്റ് അഗെയിൻ ബ്രാഞ്ച് സീവർ ഫർദർ ആയിട്ട് എങ്ങോട്ടാണ് ക്യാരി ചെയ്യുന്നത്? ബ്രാഞ്ച് സീവർ ക്യാരി ചെയ്യുന്നത് നമ്മുടെ മെയിൻ സീവറിലാണ്. ഓക്കെ, ബ്രാഞ്ച് സീവർ ക്യാരി ചെയ്യുന്നത് നമ്മുടെ മെയിൻ സീവറിലാണ്. മെയിൻ സീവർ എവിടെയാണ് ക്യാരി ചെയ്യുന്നത്? മെയിൻ സീവർ നമ്മുടെ ക്യാരി ചെയ്യുന്നത് ഔട്ട്ഫോൾ സീവറിലാണ്. ഓക്കെ, ഔട്ട്ഫോൾ സീവറിൽ ട്രീറ്റ്മെന്റ് നടക്കും സീവേജിന്റെ, പിന്നെയാണ് ഡിസ്പോസൽ നടക്കുന്നത്. അതും നമ്മുടെ ക്യാരി ചെയ്യുന്നത് ഔട്ട്ഫോൾ സീവറാണ്. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഓഫ് കൺസേൺ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, സെവറൽ ഹൗസ് ഹോൾഡ് സീവർ, ലാറ്ററൽ സീവർ, അതേപോലെ സെവറൽ ലാറ്ററൽ സീവേഴ്സ് ക്യാരി ചെയ്യുന്നത് ബ്രാഞ്ച് സീവറിലോട്ട്, അതേപോലെ ബ്രാഞ്ച് സീവറിൽ നിന്ന് നമ്മുടെ സെവറൽ ബ്രാഞ്ച് സീവർ എങ്ങോട്ടാണ് ക്യാരി ചെയ്യുന്നത്? നമ്മുടെ മെയിൻ സീവറിലോട്ട്. മെയിൻ സീവർ അഗെയിൻ ഔട്ട്ഫോൾ സീവർ, അഗെയിൻ ഔട്ട്ഫോൾ സീവറിൽ നിന്ന് നമ്മുടെ സീവേജ് ട്രീറ്റ് ആവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡിസ്പോസൽ എന്ന പ്രോസസ് വരുന്നത്. ഓക്കെ, ഡിസ്പോസൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞിരിക്കും. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ. ഓക്കെ, അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വാട്ടർ സപ്ലൈ നമ്മൾ നോക്കി, അതേപോലെ വേസ്റ്റ് വാട്ടർ. രണ്ടിലും ഡിഫറൻസ് എന്താണ്? സീവർ അല്ലെങ്കിൽ പൈപ്പിന്റെ ഡിഫറൻസ് ആണ്. പൈപ്പിൽ എന്താണ്? ജസ്റ്റ് വാട്ടർ ആണ് ക്യാരി ആവുന്നത്. സീവറിൽ എന്താണ്? നമ്മുടെ വേസ്റ്റ് വാട്ടർ ആണ്. വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ ടു ബി മോർ പ്രിസൈസ് നമ്മുടെ സോളിഡ് ഉണ്ട്. അപ്പോൾ സോളിഡിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെന്നപ്പോൾ നമുക്കറിയാം വിയർ ആൻഡ് ടിയർ കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു നമ്മുടെ വാട്ടർ സപ്ലൈ. ഓക്കെ, വാട്ടർ സപ്ലൈ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സീവറിൽ എന്താണ്? വിയർ ആൻഡ് ടയർ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്? ഫർദർ ആയിട്ട് നമ്മൾ ഇൻസ്പെക്ഷനും അതേപോലെ മെയിൻ്റനൻസ് നമ്മൾ ചെയ്തേ പറ്റൂ. അതിനാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? അതിനാണ് നമ്മൾ മാൻഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു കാണും, ഇവിടെ മാൻഹോൾ, ഇവിടെ മാൻഹോൾ ഉണ്ട്, ഇവിടെ മാൻഹോൾ, ഇവിടെ മാൻഹോൾ ഉണ്ട്. ഓക്കെ, അപ്പം മാൻഹോൾസ് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ജനറലി കൊടുക്കുന്നത്? ബിക്കോസ് നമുക്ക് സീവേജ് അറിയാം, നമുക്കറിയാം സെറ്റിൽ ആവാൻ സാധ്യതയുണ്ട്, ക്ലോഗ് ആവാൻ സാധ്യതയുണ്ട്, ചോക്ക് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മാൻഹോൾ ജനറലി പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം ഇൻ മാൻഹോളിനെ പറ്റിയുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മാൻഹോൾ ആണെങ്കിൽ ഇത് നമ്മുടെ സ്മോൾ സീവർ ആണ്. ഓക്കെ, സ്മോൾ സീവർ. ഇത് നമ്മുടെ ബിഗ് സീവർ ആണ്. ഓക്കെ, ബിഗ് സീവർ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇൻകമിങ് സ്മോൾ സീവറിന്റെ ക്രോൺ എപ്പോഴും ബിഗ് ഔട്ട് ഗോയിങ് സീവറിന്റെ ക്രോണിന്റെ കൂടെ നമ്മൾ മാച്ച് ആവണം. അപ്പൊ ക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെയാണ് നമ്മൾ ക്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രോൺ. ഓക്കെ, അപ്പൊ നമ്മുടെ സ്മോൾ ഇൻകമിങ് സീവറിന്റെ ക്രോൺ മാച്ച് ആവണം വിത്ത് ബിഗ് സീവർ. ഇങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ കേസ് നമ്മൾ മാച്ച് ആവത്തില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻ വരുന്നത്? ഈ ഒരു സിറ്റുവേഷൻ വരും. ഓക്കെ, നമ്മുടെ സ്മോൾ സീവർ ആണ്, അതേപോലെ ഇത് നമ്മുടെ ബിഗ് സീവർ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻ കേസ് നമുക്ക് എന്താണ് ഇവിടെ ക്ലോഗിങ് അല്ലെങ്കിൽ ഡിപ്പോസിഷൻ നടക്കുകയാണെങ്കിൽ ബാക്ക് ഫ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. ബാക്ക് ഫ്ലോ ആകുമ്പോൾ എങ്ങനെയാണ് റിഫ്ലക്ട് ആവുന്നത്? നമ്മുടെ സ്മോൾ സീവർ ആണ് ബ്ലോക്ക് ആവാൻ പോകുന്നത്. സ്മോൾ സീവർ ആണ് ബ്ലോക്ക്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് നമ്മൾ കൊടുക്കത്തില്ല. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ക്രോൺ മാച്ച് ആവണം. ഓക്കെ, നമ്മുടെ സ്മോൾ സിവറിനെ അതേപോലെ ബിഗ് സിവറിനെയും ക്രോൺ മാച്ച് ആവുന്ന പോലെ നമ്മൾ കൊടുക്കണം. ഇൻ കേസ് ഇവിടെ ഡിപ്പോസിഷൻ ആവുകയാണ്, സഡൻ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ സെറ്റിലിംഗ് ആവുകയാണെങ്കിൽ ബാക്ക് ഫ്ലോ ഉണ്ടാവും. ഇൻ കേസ് ബാക്ക് ഫ്ലോ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും സ്മോൾ സിവറിനെ റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അതേപോലെ നമ്മൾ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ എന്താണ്? നമ്മൾ രണ്ടിൻ്റെയും ക്രോണിനെ മാച്ച് ചെയ്യണം. അത് നമ്മൾ മാൻഹോളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പം ഇത് വെച്ച് നമുക്ക് എന്താണ്? ക്ലോഗിങ് നമുക്ക് എന്താണ്? ഇൻ കേസ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ക്ലോഗിങ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിനെ അതേപോലെ നമുക്ക് സ്മോൾ സീവറിന് അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള സീവറിൽ റിഫ്ലക്ട് ചെയ്യാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ക്രോണിനെ മാച്ച് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ ഇതാണ്. നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കി, എന്താണ് നമ്മൾ നോക്കിയത്? നമ്മുടെ വാട്ടർ സപ്ലൈ നമ്മൾ എന്താണ്? ഡിസ്ചാർജ് എന്താണ്? മാക്സിമം ബേസിസിലാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? വാട്ടർ സപ്ലൈയിൽ നമ്മൾ ഡിസ്ചാർജ് മാക്സിമം ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സീവേജിന് നമ്മുടെ സീവേജിന്റെ ഡിസ്ചാർജ് നമ്മൾ മാക്സിമം തന്നെ എടുക്കണം. അതിപ്പോൾ അതിന്റെ പോലെ തന്നെ നമുക്ക് എക്സ്ട്രാ ഒരു പോയിന്റ് കൂടെ അറിയാം. എന്താണ്? നമ്മുടെ ഇപ്പം വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കിട്ടുന്ന വാട്ടർ എത്ര പെർസെന്റ് ആണ് വേസ്റ്റ് ആവുന്നത്? 80% ആണ് നമ്മുടെ സീവേജ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. അല്ലെങ്കിൽ അബൌട്ട് 80% ഈസ് കൺവേർട്ടഡ് ഫ്രം നമ്മുടെ നോർമൽ വാട്ടർ ഡിമാൻഡിൽ നമ്മൾ അബൌട്ട് 80% ആണ് സീവേജ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അത് നമ്മുടെ പോയിന്റ് ആണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ വേർഡ്സിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യൂ ആവറേജ് ഈക്വൽ ടു 0.8 ക്യൂ. ഓക്കെ, ഇത് നമ്മുടെ എന്താണ്? ഇത് നമ്മുടെ വാട്ടർ ഡിമാൻഡ് ആണ്. ഇത് നമ്മുടെ സീവേജിന്
എഫക്റ്റ് ചെയ്യുന്നതാണ്, സീവേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്ററാണ്. ഓക്കെ, അപ്പോൾ സീവേജ് എന്ന് പറയുമ്പോൾ about 80% ഓഫ് വാട്ടർ ഡിമാൻഡ് ആണ്. സീവേജ് എന്ന് പറയുമ്പോൾ about 80% ഓഫ് വാട്ടർ ഡിമാൻഡ് ആണ്, അല്ലെങ്കിൽ 80% ഓഫ് സീവേജ് ആണ് നമ്മുടെ വാട്ടറിൽ നമുക്ക് കിട്ടുന്ന വാട്ടർ 80% ഓഫ് സീവേജ് ആണ് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, നമ്മുടെ 80% ഓഫ് വാട്ടർ ആണ് നമ്മുടെ സീവേജ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 80% ഓഫ് വാട്ടർ ആണ് നമ്മുടെ സീവേജ് ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, സീവേജ് സീവറിനെ നമ്മൾ ഒരിക്കലും ഫുൾ ഡെപ്തിൽ ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യത്തില്ല. നമ്മൾ ഒരിക്കലും സീവേജിനെ അല്ലെങ്കിൽ സീവർ ഫുൾ ഡെപ്തിൽ ഫ്ലോ ചെയ്യാൻ നമ്മൾ അലോ ചെയ്യത്തില്ല. അപ്പോൾ എത്ര ഡെപ്ത് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഡെപ്ത് എന്ന് പറയുവാണെങ്കിൽ 0.5D. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ സീവർ ആണ്, ഇതിൻ്റെ നമ്മുടെ ഡയമീറ്റർ D ആണ്. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ D ആണ്, ഇതിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ D ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? 0.5D നമ്മുടെ സെൻറ്റർ ആണെങ്കിൽ 0.5Dനെക്കാട്ടിൽ കുറയാൻ പാടില്ല, 0.5Dനെക്കാട്ടിൽ കുറയാൻ പാടില്ല. അതേപോലെ 0.75Dനെക്കാട്ടിൽ കൂടാനും പാടില്ല. ഓക്കെ, 0.75Dനെക്കാട്ടിൽ കൂടാനും പാടില്ല. അപ്പോൾ 0.5Dനെക്കാട്ടിൽ കുറയാനും പാടില്ല, അതേപോലെ 0.75Dനെക്കാട്ടിൽ കുറയാനും പാടില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലായിരിക്കും നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സീവർ ഒരിക്കലും ഫുൾ ഡെപ്തിൽ നമ്മൾ ഫ്ലോ അലൗ ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്ന എത്രയാണ്? 0.5D, അതേപോലെ 0.75, ഈ റേഞ്ചിൽ വേണം നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മിനിമം എത്ര ആയിരിക്കണം? 0.5D. അത് മാക്സിമം എത്ര ആയിരിക്കണം? 0.75. ഇതിന്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. 0.5D ജനറലി നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ക്രോസ് സെക്ഷൻ എന്താണ്? സർക്കിൾ ആണ്. ഓക്കെ, 0.5D നമ്മൾ കൊടുത്താൽ അതിന് നമ്മുടെ സർക്കിളിന്റെ മാക്സിമം ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 0.5 കൊടുത്താൽ മാത്രമേ നമുക്ക് സർക്കിളിന്റെ മാക്സിമം അഡ്വാൻറ്റേജ്, സീവർ ആയിട്ടുള്ള മാക്സിമം അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? 0.5Dയിലാണ്. അതേപോലെ 0.75Dന്റെ സ്റ്റോറി എന്താണെന്ന് പറയുമ്പോൾ 0.75D. ഓക്കെ, 0.75Dന്റെ സ്റ്റോറി എന്താണെന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സീവർ ആണ് അല്ലെങ്കിൽ നമ്മുടെ സീവേജ് ആണ്. അപ്പോൾ എന്താണ്, നമ്മൾ എപ്പോഴും ഗ്രൗണ്ട് വാട്ടറിന്റെ താഴെയാണ് നമ്മൾ സീവർ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ എന്താണ് നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ഡികമ്പോസിഷൻ ആണ് നടക്കുന്നത്? എനറോബിക് ഡികമ്പോസിഷൻ. എനറോബിക് എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ എനറോബിക് ഡികമ്പോസിഷൻ. അതേപോലെ നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? ആസിഡ്, ആൽക്കഹോൾ, ഗ്യാസസ്. ഓക്കെ, ആസിഡ്, ആൽക്കഹോൾ, ഗ്യാസ് ആണ് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് വരുന്നത്. അതേപോലെ ഗ്യാസസിൽ എങ്ങനെയാണ്? ഗ്യാസസ് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. അപ്പോൾ ഗ്യാസസ് ലൈറ്റ് ഇൻ വെയിറ്റ് ആകുമ്പോൾ എന്താണ്? റേസ് ആയി മേളിലോട്ട് പോകും. ഓക്കെ, ഗ്യാസസ് ലൈറ്റ് ഇൻ വെയിറ്റ് ആണെങ്കിൽ സീവേജിലുള്ള ഗ്യാസസ് റേസ് ആയി മേളിലോട്ട് പോകും. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഗ്യാസ് ഏതാണ് റിലീസ് ആവുന്നത്? നമ്മുടെ മീഥെയിൻ ആണ്. ഓക്കെ, മീഥെയിൻ റിലീസായി. മീഥെയിൻ നമുക്കറിയാം ഓൾറെഡി എക്സ്പ്ലോസീവ് ഗ്യാസ് ആണ്. ഓക്കെ, മീഥെയിൻ എന്താണ്? എക്സ്പ്ലോസീവ് ഗ്യാസ് ആണ്. അപ്പോൾ അതിന് ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 0.75 റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതും ഒരു റീസൺ ആണ്. ഓക്കെ, പിന്നെ ഒന്നുകൂടെ പറയാം, നമ്മുടെ എൻറോബിക് ഡികമ്പോസിഷൻ, നമ്മുടെ സീവർ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിന് താഴെയാണ്. സോ എൻറോബിക് ഡികമ്പോസിഷൻ നടക്കും. എൻഡ് പ്രൊഡക്റ്റ് ആസിഡ്, ആൽക്കഹോൾ, ഗ്യാസ് ആണ്. ഗ്യാസസ് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. ഗ്യാസസിലെ മെജോറിറ്റി ഓഫ് ഗ്യാസ് എന്ന് പറയുമ്പോൾ മീഥെയിൻ ആണ് റിലീസ് ആവുന്നത്. മീഥെയിൻ എന്താണ്? എക്സ്പ്ലോസീവ് ആണ്. അപ്പോൾ അത് സർഫസിൽ മേളിലോട്ട് പോകാൻ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ സർഫസിൽ സ്പേസ് ഓക്കുപൈ ചെയ്യാൻ ട്രൈ ചെയ്യും. അപ്പോൾ എന്താണ്? അതിനൊരു മിനിമം സ്പേസ് വേണം. അപ്പോൾ അതുകൊണ്ടും ആണ് നമ്മൾ 0.75 നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ നടക്കുന്നത്. അതേപോലെ നമുക്ക് എക്സ്പ്ലോസീവ് ആണ്, നമ്മുടെ മീഥെയിൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലോസീവ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത് 0.75D, ബിക്കോസ് അത്രയും സ്പേസ് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ, ഇൻ കേസ് എക്സ്പ്ലോഷനെ പ്രിവെന്റ് ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്താണ്? 0.5D നമ്മുടെ സർക്കുലർ ഷേപ്പിന്റെ മാക്സിമം അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പോൾ 0.5D നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് മാക്സിമം അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. അതേപോലെ 0.75Dയുടെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോഴെന്താണ് നമ്മൾ നോക്കിയത്? 80% നമ്മുടെ വാട്ടറിനെ 80% ആണ് നമ്മുടെ സീവേജ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ? 80% ആണ് നമ്മുടെ സീവേജ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഒന്നുമല്ല. കോൺസ്റ്റന്റ് ആയിട്ടുള്ള പാരാമീറ്റർ അല്ല. ഈ പാരാമീറ്റർ ചേഞ്ച് ആവാനുള്ള സാധ്യത, കോൺസ്റ്റന്റ് ആയിട്ടുള്ള പാരാമീറ്റർ അല്ല, ഈ പാരാമീറ്റർ ചേഞ്ച് ആവാൻ സാധ്യത മേ ബി 90% ആവും, അല്ലെങ്കിൽ 60% ആവും. ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. കോൺസ്റ്റന്റ് ആയിട്ടുള്ള പാരാമീറ്റർ അല്ല, വേരി ചെയ്യും. ഓക്കെ, ആ ഒരു വേരിയേഷനെ നമ്മൾ ഓവർകം ചെയ്യാൻ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ എടുക്കണം. ഓക്കെ, ഈ ഒരു വേരിയേഷനെ ഓവർകം ചെയ്യാൻ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എടുക്കണം. ആ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടെയാണ് നമ്മൾ എന്താണ് 0.75D കൊടുക്കുന്നത്. ഓക്കെ, ആ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൂടെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 0.75 കൊടുക്കുന്നത്. ഇൻ കേസ് അതിനെക്കാട്ടിൽ കൂടുതൽ വേസ്റ്റേജ് ആവുകയാണെങ്കിൽ
സ്പേസ് നമ്മൾ വിട്ടേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 0.75 റെസ്ട്രിക്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മൾ സീവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാൻഹോളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ക്രോൺ മാച്ച് ചെയ്യിപ്പിക്കണം. അതിൻ്റെ പോലെ ലേ ഔട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ സീവറിനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ റെസ്ട്രിക്ട് ചെയ്യണം. എത്ര ഫുൾ ഡെപ്തിൽ നമ്മൾ ഒരിക്കലും അലോ ചെയ്യാൻ പാടില്ല. അതേപോലെ 0.75D മാക്സിമം ആയിരിക്കണം. അതേപോലെ മിനിമം എന്ന് പറയുന്നത് 0.5D നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കണം നമ്മൾ എപ്പോഴും സീവർ ഫ്ലോ അലോ ചെയ്യാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു എവരിവൺ.